ആദ്യ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് 1 1957 റഷ്യയാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം കൽപ്പന 1. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം എക്കോ. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം മൂൺ മിനറോളജി മാപ്പറാണ് ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരിയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആര്? സന്തോഷ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങര. 1903 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥ്. ചന്ദ്രനിലേക്ക് വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ പേടകം ലൂണ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രദൗത്യം ചന്ദ്രയാൻ 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 സെപ്റ്റംബർ 7. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനം GSLV മാർക്ക് 2. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച വാഹനമാണ് GSLV മാർക്ക് 2. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് സെലനോളജി. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രപര്യവേഷണ ദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1. ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ലിബിനിറ്റിസ്. ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വയ്ക്കുന്നു? 23 തവണ. മനുഷ്യനെ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിച്ച ബഹിരാകാശ പേടകം. മനുഷ്യനെ ആദ്യമായി ചന്ദ്ര ഉപരിതലത്തിൽ എത്തിച്ച ബഹിരാകാശ പേടകമാണ് അപ്പോളോ 2. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി എഡ്വിൻ ആൽഡ്രിൻ. മനുഷ്യൻ ഇതൊരു ചെറിയ കാൽവയ്പ്, മനുഷ്യരാശിക്ക് ഇതൊരു വൻ കുതിച്ചുചാട്ടം. ആരുടെ വാക്കുകൾ? നീൽ ആംസ്ട്രോങ്ങിൻ്റെ വാക്കുകളാണ്. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ, തിരുവനന്തപുരം ജില്ലയിലെ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശിലെ.